തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് ആര്യനാട് പോകുന്ന വഴിക്ക് കുളപ്പട ജംഗ്ഷന് സമീപത്തായിട്ടാണ് 7 സെന്റിൽ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഒന്നിച്ച് യൂസ് ചെയ്യണം, ഒരു ഫാമിലിക്ക് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അകത്തൂടെ സ്റ്റെയർ ഉണ്ട്, പക്ഷേ അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൂടെയുള്ള സ്റ്റെയർ വെച്ചിട്ട് മേളത്തെ നിലയിൽ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഫാമിലിക്ക് താമസിക്കാം. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കുളപ്പട ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയാം. നെടുമങ്ങാട് നിന്ന് വരുമ്പോഴത്തേക്കും കുളപ്പട ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയുക. ഇത് അവിടെ കാണുന്നത് കുളപ്പട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൻ്റെയൊക്കെ ഒരു ബോർഡ് കാണാം, AR സ്റ്റിച്ചിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇത് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ. ഇതിൻ്റെ മുൻവശത്ത് നമുക്കൊരു കടമുറിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു കടമുറി യൂസ് ചെയ്യാം. താഴത്തെ നിലയിൽ നമുക്ക് താമസിക്കാം, മേളത്തെ നിലയിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ബാക്കിയുള്ള വിഷ്വൽസ് കാണാം. നമുക്കിത് ഈ രീതിയിലാണ് മുൻവശം വരുന്നത്. ഇവിടെ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. 2 വണ്ടിയാണെങ്കിലും നമുക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട്. മുൻവശത്ത് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത്. ഇതല്ലാണ്ട് ബാക്കിലേക്ക് സ്ഥലമുണ്ട്, അത് ഞാൻ ബാക്ക് യാർഡിലൂടെ പോകുമ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ മേളത്തെ നിലയിലേക്ക് കയറാനായിട്ട് ഇതുപോലൊരു പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. പുറത്തൂടെയുള്ള സ്റ്റേയേഴ്സും ഒരുക്കിയിട്ടുണ്ട്. നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. കയറി വരുമ്പോൾ ഈ രീതിയിലൊരു ചെറിയൊരു സിറ്റ് ഔട്ട്. അവിടെ നമ്മൾ പോകുന്നത് നമ്മുടെ ലിവിങ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ വീട് വന്നിട്ട് ഏകദേശം 5 വർഷം പഴക്കമുള്ള വീടാണ്. അവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. കിച്ചൺ ഫുള്ളായിട്ട് ഈ രീതിയിൽ മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. മേളിലേക്കെല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. പുറത്തായിട്ട് നമുക്കിതുപോലെ ഒരു അടുക്കള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പുകയെടുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്ഥലം കിട്ടും. പിൻവശത്തേക്ക് നമുക്ക് ഈ ഒരു പോർഷനും കൂടെ നമ്മളത് തന്നെയാണ്. അവിടെ ഫുള്ളായിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെടികളോ അല്ലെങ്കിൽ വാഴയൊക്കെ വെക്കാവുന്ന രീതിയിൽ സ്ഥലം കിട്ടും. ഇതിനകത്ത് ഇറങ്ങാനായിട്ട് സൈഡിലൂടെ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ താഴത്തെ നിലയിൽ 2 ബെഡ്റൂംസ് ആണുള്ളത്. ഇതൊരു ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂം. 2 റൂമുകൾക്കും കൂടെ ആയിട്ട് നമുക്കിതുപോലെ ഒരു കോമൺ ബാത്റൂമാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളിലും കബോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. മേളിലേക്കും ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ഈ ഒരു ബാത്റൂം വരുന്നത് അതിനകത്തുള്ള മെറ്റീരിയൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ റാക്ക് സെറാമിക്സ് പോലുള്ള ബ്രാൻഡാണ് സാനിറ്ററി വെയേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിലായാലും ഫുള്ളായിട്ട് കബോർഡെല്ലാം ഒരുക്കി നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലത്തെ കടമുറിയിലേക്ക് എൻട്രൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് ലോക്ക് ചെയ്തൊക്കെയാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിനെയും ഗ്രൗണ്ട് ഫ്ലോറിനെയും തമ്മിൽ ഈ ഒരു ഡോറൊന്ന് അടച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് 2 സെപ്പറേറ്റ് യൂണിറ്റായി. ഈ ഒരു ഡോറ് തുറന്ന് സൈഡിലെ സ്റ്റേഴ്സ് വഴി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരാവുന്നതാണ്. മേളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്, പിന്നെ 3 ബെഡ്റൂംസ് വരും. താഴത്തെ നിലയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ 2 ബെഡ്റൂം, ഇങ്ങനെ രണ്ട് ബെഡ്റൂം വരും. അതുപോലെ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു റൂം വരും. അങ്ങനെ 3 ബെഡ്റൂംസാണ് നമുക്ക് ഈ ഒരു നിലയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് താഴത്തെ നിലയിലുള്ളതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത് കേട്ടോ. ഇതുപോലെ ഒരു കോമൺ ബാത്റൂമാണ് നൽകിയിട്ടുള്ളത്. കിച്ചൺ വരുന്നത് ഈ ഭാഗത്തായിട്ട് വരും. 2 യൂണിറ്റാക്കി 1 യൂണിറ്റ് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം വന്ന് താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തന്നെ നമുക്കൊരു മെയിൻ റോഡ് അരികത്തുള്ള പ്രോപ്പർട്ടിയാണ്. കുളപ്പട ജംഗ്ഷനിൽ തന്നെ സ്കൂൾസ് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. കടമുറികളെല്ലാം നമുക്ക് തൊട്ടടുത്തായിട്ടൊക്കെ തന്നെയാണ്. എന്ത് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിലും തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട്. നമ്മുടെ സിറ്റിയിലൊക്കെ ഉള്ളതിനേക്കാളും ഇവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. നമുക്കൊരു അപ്രീസിയേഷൻ ഭയങ്കര പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് ISR ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് അങ്ങോട്ട് ആ ഒരു യൂണിറ്റിൻ്റെ ഒക്കെ പോകാനായിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എത്താവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 7 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റ് ഉൾപ്പെടുന്ന ഈ ഒരു വീട് ഉൾപ്പെടെ ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഉടമയുടെ തന്നെ നമ്പറാണ്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളൊന്നുമില്ല.